ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഞങ്ങൾ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെന്തിനാണെന്നൊക്കെ ഞാൻ പിന്നെ പറയാം കേട്ടോ. അപ്പോൾ ഞാനും അമ്മയും വല്യമ്മയും കൂടി ഇത് ഓട്ടോയിലാണ് പോകുന്നത്. ഇന്നലെ ഇവുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ വല്യമ്മ വീട്ടിലായിരുന്നു. അപ്പം ഞങ്ങൾ പയ്യടിമേത്തിലാണ് വല്യമ്മേൻ്റെ വീട്. അപ്പോൾ പയ്യടിമേത്തിൽ വല്യമ്മേനെ ഇറക്കിയിട്ട് ആ വഴി ഞങ്ങൾ പാലാഴി വഴിക്ക് മെട്രോ ഹോസ്പിറ്റലിലേക്കാണ് പോണത്. ഹോസ്പിറ്റലിലെത്തിയൊരു എക്സ്റേ എടുക്കാനും കുറേ ടെസ്റ്റുകളും ECG അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ റിസൾട്ടൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഞാനും അമ്മയും ഇതാ റിസപ്ഷനിൽ ഇവിടെ വെയിറ്റ് ചെയ്യാണ് റിസൾട്ട് കിട്ടാൻ വേണ്ടി. ഇത് കിട്ടിയിട്ട് വേണം പിന്നെ അഡ്മിഷൻ്റെ പ്രൊസീജിയറൊക്കെ നോക്കാൻ. അങ്ങനെ റിസൾട്ടൊക്കെ കിട്ടി ഞങ്ങളിത് അവിടെ അഡ്മിറ്റായി. ഒരു 3 മണി 4 മണി ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ടാകും അഡ്മിറ്റ് ആകുമ്പം. ഇവിടെ റൂംസ് ഒന്നും ഒഴിവുണ്ടായില്ല. അപ്പോൾ ഞങ്ങളിപ്പം വാർഡിലാണ് നിൽക്കുന്നത്. ഇവിടെ ഏതെങ്കിലും റൂം ഒഴിവുകയാണെങ്കിൽ അങ്ങോട്ടേക്ക് മാറാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വാർഡിലെത്തിയേരെ ഞങ്ങളുടെ ഒരു കസിൻ ഉണ്ട്. അപ്പോൾ ആ ചേച്ചി ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്, ശ്രീ ചേച്ചി. അപ്പോൾ ശ്രീ ചേച്ചി അമ്മേനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്ന് ഞങ്ങളുടെ അടുത്ത് കുറേ നേരം സംസാരിച്ചു. പിന്നെ പോയി. ഞങ്ങൾ അറിയുന്ന കുറേ ആൾക്കാർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ഹെൽപ്പായിരുന്നു അത്. ഇവിടെ റൂംസൊക്കെ കിട്ടാനും ഒക്കെ അവരുള്ളത് കൊണ്ട് നല്ല ഹെൽപ്പായിരുന്നു. ടെൻഷൻ അടിച്ചിരിക്കുക, എന്താ പറയാല്ലേ? ഇതുവരെ ടെൻഷൻ ഉണ്ടായി, എസ്പെഷ്യലി അമ്മേൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫ് ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്, സുമേച്ചി. അപ്പം അവരുള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് പെട്ടെന്ന് റൂം കിട്ടിയത്. റൂമിൽ തന്നെ കുറേ ആൾക്കാർ വെയിറ്റിംഗ് ലിസ്റ്റിലുണ്ടായിരുന്നു. അപ്പം ഞങ്ങളത് ലാസ്റ്റ് ആയിരുന്നു പേര്. എന്നാലും അവർ റെക്കമെൻഡ് ചെയ്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് പെട്ടെന്ന് റൂം കിട്ടിയത്. എന്തിനാ ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയെന്ന് പറഞ്ഞില്ലല്ലോ അല്ലേ? എൻ്റെ അമ്മയ്ക്ക് യൂറിനറി ബ്ലഡറിൻ്റെ താഴെയുള്ള മസിൽസ് വീക്കായിട്ട് അവിടെ ഒരു ടാപ്പ് ഫിറ്റ് ചെയ്യുന്ന ഒരു സർജറിയാണ്. അപ്പോൾ ഈ സർജറി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ അഡ്മിറ്റ് ആയത്. ഇവിടെ മെട്രോ ഹോസ്പിറ്റലിലെ പങ്കജ് ഡോക്ടറെയാണ് അമ്മ കൺസൾട്ട് ചെയ്തത്. ഞങ്ങളിവിടെ അഡ്മിറ്റായി റൂമൊക്കെ കിട്ടിയവരെ വീട്ടിൽ നിന്ന് അച്ഛനും ചേച്ചി ഏട്ടനും ഇവൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈവനിങ് ആയപ്പോൾ ഞങ്ങളിവിടെ ഹോസ്പിറ്റലിലെ ക്യാൻറ്റീനിൽ തന്നെ വന്നിട്ട് ചായ കുടിച്ചു. ഞങ്ങളുടെ റൂം 4th ഫ്ലോറിലായിരുന്നു. ഇവിടെ ക്യാൻറ്റീൻ വരുന്നത് 6th കേട്ടോ, ടോപ്പിലായിരുന്നു. ഒരു 2 വീക്ക് മുമ്പായിരുന്നു ഈ സർജറി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് വരാൻ വേണ്ടി നിൽക്കുന്ന ടൈമിലുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിട്ട് പറയുന്നു കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവർ തിരിച്ച് വിളിക്കുക, എന്നിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി. അവർക്ക് ആ സർജറി നടത്തുമ്പോൾ ഒരു ടാപ്പ് ഫിറ്റ് ചെയ്യാനാണല്ലോ സർജറി നടത്തുന്നത്. അപ്പോൾ ആ സാധനം എത്തിയിട്ടില്ലെന്ന് പറഞ്ഞു. പിന്നെ നെക്സ്റ്റ് അപ്പോയിൻമെൻറ്റ് കിട്ടിയത് 1 വീക്ക് കഴിഞ്ഞവരെയാണ്. ഞങ്ങളിപ്പം നിൽക്കുന്നത് വാർഡിലാണ്. വാർഡിലാണെങ്കിലും 2 ആൾക്കാരായിട്ടുണ്ടാവുക. അപ്പോൾ ഈ കർട്ടൻ്റെ അപ്പുറത്ത് വേറൊരു ടീംസ് ഉണ്ടായിരുന്നു. അവർ ഞങ്ങൾ വന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവർ പിന്നെ ഡിസ്ചാർജ് ആയിപ്പോയി. പിന്നെ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ റൂമിൽ. പിന്നെ നൈറ്റൊക്കെ ആയപ്പോഴത്തേക്ക് ഇവു അവിടുന്ന് കളിയൊക്കെ ആയിരുന്നു. അവിടുന്ന് വീട്ടിൽ നിന്ന് വരുമ്പം ഇവർ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഞ്ചസാര ചായപ്പൊടി അങ്ങനത്തെ സാധനമൊക്കെ കൊണ്ടുവരുമല്ലോ. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ട് ഇവിടുന്ന് ഭയങ്കര കളിയായിരുന്നു. അമ്മയ്ക്ക് വേണ്ട ഫുഡൊക്കെ ഇവർ ഹോസ്പിറ്റലിൽ തന്നെ തരും കേട്ടോ. അപ്പോൾ അത് റൂമിലേക്ക് കൊണ്ടുതരുമായിരുന്നു. ഇന്നിപ്പോൾ നൈറ്റ് കഞ്ഞിയും ചെറുപയറും ആയിരുന്നു. അവർ ഈവനിങ് ആയപ്പോൾ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കഞ്ഞിയാണോ ദോശയാണോ എന്താ വേണ്ടതെന്നൊക്കെ. കഞ്ഞിയും ദോശയും ആ 2 ഓപ്ഷനേ ഉള്ളൂ കേട്ടോ, അതിൽ കൂടുതലില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളും വന്നിട്ട് ഇവിടെ ക്യാൻറ്റീനിൽ വന്നിട്ട് ഞങ്ങൾ നൈറ്റത്തെ ഫുഡ് കഴിച്ചു. ഇവ വീട്ടിൽ നിന്ന് വരുമ്പം ഇവൻ്റെ പുതിയ ടെഡീനെയൊക്കെ എടുത്തിട്ടാണ് വന്നത്. ഈ ഒരു ടെഡീനെ ഞാൻ അവൾക്ക് ഗിഫ്റ്റ് ചെയ്തായിരുന്നു ബർത്ത്ഡേക്ക്. പിന്നെ ഞങ്ങളിതാ പൊറോട്ട കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ച് റൂമിലെത്തിയപ്പോഴത്തേക്ക് ഇപ്പോൾ നമ്മൾ സർജറീൻ്റെ മുന്നേ ഒരു കൺസെൻറ്റ് എഴുതി സൈൻ ചെയ്യാനുണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ പേപ്പറൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സൈൻ ചെയ്തു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വന്ന് കുറച്ച് നേരം കഴിഞ്ഞേരെ അച്ഛനും ഏട്ടനും ചേച്ചിയൊക്കെ വീട്ടിലേക്ക് പോയി. അവർ നാളെ വരാമെന്ന് പറഞ്ഞിട്ട്, സർജറി ആകുമ്പോഴത്തേക്ക് വരാമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാനും അമ്മയായിരുന്നു റൂമിൽ. അമ്മ പിന്നെ ഫുൾ ബിസി ആയിരുന്നു, ഓരോരുത്തർ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനപ്പം ഞാനൊരു പുതിയ ലിപ്സ്റ്റിക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി ഇന്ന് വരുമ്പോൾ ഇത് കൊണ്ടുവന്ന് അപ്പം ഞാനത് അൺബോക്സ് ചെയ്ത് എങ്ങനെയുണ്ടെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ഞങ്ങൾ കിടക്കാൻ പോകാം.